ബീഫിൻ്റെ ഈ ഒരു പാർട്ടിനെ നിങ്ങൾ എന്താണ് പറയുന്നത്? ഈ അയൺ ഡെഫിഷ്യൻസി ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോഴേ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് നോക്കാമല്ലേ. ആദ്യം ഞാൻ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക് ഒരു 2 എണ്ണമാണ് കേട്ടോ. കൂടെ നമുക്കൊരു 15 ചെറിയുള്ളി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് ഇടിച്ചെടുക്കാം. നമ്മളെ ഒരുപാട് ഇങ്ങനെ ചതച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ദേ ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ മാത്രം മതിയേ. നമുക്കതവിടെ മാറ്റി വെക്കാം. ബീഫിൻ്റെ ഈ ഒരു പാർട്ടിനെ നിങ്ങൾ എന്താണ് പറയുന്നത്? ഇവിടെ കരിനാക്കെന്നാണ് കേട്ടോ ഇതിന് പറയാറ്. നിങ്ങളവിടെ എന്താണെന്ന് വെച്ചാൽ അത് പറയണേ. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും, 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ കുരുമുളകിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടേ നന്നായിട്ട് ഇതൊന്ന് പുരട്ടിയെടുക്കാം കേട്ടോ. ഇത് വളരെ കുറച്ചുള്ളൂ. അപ്പം നമുക്ക് ഇത്രയും അളവ് തന്നെ മതി കേട്ടോ. മാത്രമല്ല അവസാനത്തേക്ക് 2 എരിവ് കൂടെ വരാനുണ്ട്. അപ്പോൾ നോക്കിയിട്ടൊക്കെ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് കുറയ്ക്കണമെങ്കിൽ കുറക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു ചട്ടി എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കൂട്ടുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്ന് പറയുമ്പം ഇതിനൊരു മുരിച്ചിൽ വരണം. കണ്ടല്ലോ, ഇതുപോലെ വരണം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇതുകൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ആദ്യം 1 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വെക്കുക കേട്ടോ. ഈ സമയത്ത് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വെള്ളം നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം നമ്മളിത് വേവിച്ചെടുക്കേണ്ടതേ ചെറിയ തീയിലാണ്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഒരിക്കലും വേവിക്കാൻ നോക്കരുത് കേട്ടോ. കാരണം ഇതിന് കുറച്ച് വേവുണ്ട്. അതുകൊണ്ട് പതുക്കെ നമ്മൾ ഇങ്ങനെ വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നതിന് ശേഷം ഇളക്കി കൊണ്ടിരിക്കുക. വീണ്ടും അടച്ചു കൊടുക്കുക. അഥവാ അടിക്ക് പിടിക്കുന്ന ചട്ടിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇതുപോലെ നോക്കണം കേട്ടോ. ഇത് വെന്ത് വരുന്നതിനനുസരിച്ച് ഇതുപോലെ ഡാർക്ക് കളറായതുകൊണ്ട് ഇരിക്കും കേട്ടോ. ഇനി നമുക്കിതേ നല്ല പോലെ വെള്ളം വറ്റി വരുന്ന സമയത്താണ് ഇതിലേക്ക് അവസാനമായിട്ട് ചതച്ച വറ്റൽമുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊരു 1/2 ടീസ്പൂണും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ലാസ്റ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ലാസ്റ്റ് ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ഇത് നന്നായിട്ട് ഒന്നുകൂടെ നമ്മൾ വഴറ്റിയെടുക്കുന്നുണ്ട്. അവസാനം നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിയില ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് അതും കൂടെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ ഈ അയൺ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ളവരുണ്ടല്ലോ, അവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പം നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് കുറച്ച് എരിവ് കുറച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോഴേ ബീഫിൻ്റെ കറിനാക്ക് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിലേ ഇതൊന്ന് സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ